നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നഗ്നനാക്കി മർദ്ദിച്ച സംഭവത്തിൽ യുവതി കസ്റ്റഡിയിൽ. പിടിയിലായത് ചെറുനിയൂർ സ്വദേശിനി ലക്ഷ്മിപ്രിയ. കൊട്ടേഷൻ: പ്രണയത്തിൽ നിന്നൊഴിയാനെന്ന് പോലീസ്. ലക്ഷ്മിപ്രിയയുമായി മകൻ പ്രണയത്തിലായിരുന്നില്ലെന്ന് യുവാവിന്റെ അച്ഛൻ. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. സൂര്യനെല്ലി ആദിവാസി കോളനിയിൽ വീട് തകർത്തു. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തെത്തിക്കാനുള്ള ട്രയൽ റൺ വാഴച്ചാലിൽ തടഞ്ഞു. മുതലമടയിൽ ഹർത്താൽ പൂർണ്ണം. കട്ടപ്പന പുളിയൻമലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം. കാൽപ്പാടുകൾ കണ്ടെന്ന നാട്ടുകാർ. വനപാലകർ പ്രദേശത്ത് പരിശോധന നടത്തി. തിരുവനന്തപുരം പെരിങ്കടവിളയിൽ ടിപ്പറടിച്ച് കൊലക്കേസ് പ്രതി മരിച്ചത് കൊലപാതകം. ടിപ്പർ ഓടിച്ചയാൾ പോലീസിൽ കീഴടങ്ങി. ഏഴുപേരെ വാഹനാപകടത്തിൽ നിന്ന് രക്ഷിച്ച 9 വയസ്സുകാരന് അഭിനന്ദന പ്രവാഹം. മരുതോങ്കരയിലെ അനൈ രതീഷിനെ കാണാനെത്തുന്നത് നിരവധി പേർ. അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ച ഡ്രൈവേഴ്സ് കൂട്ടായ്മ. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. പ്രണയത്തിൽ നിന്നൊഴിയാൻ യുവാവിനെതിരെ കൊട്ടേഷൻ നൽകിയ യുവതി പിടിയിൽ. വർക്കല ചെറുനിയൂർ സ്വദേശി ലക്ഷ്മിപ്രിയയാണ് പിടിയിലായത്. തിരുവനന്തപുരം വർക്കല അയിരൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എറണാകുളത്ത് വെച്ച് നഗ്നനാക്കി മർദ്ദിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത കേസിൽ 8 അംഗ സംഘത്തിലെ 2 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. 8ാം പ്രതിയായ എറണാകുളം സ്വദേശി അമലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണ്. എറണാകുളത്ത് കൊണ്ടുപോയി ദേഹോദരം ചെയ്തതിലേക്കാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനകത്ത് പഴയ സുഹൃത്തായ ഒരു പെൺകുട്ടിയുണ്ട്, ലക്ഷ്മിപ്രിയ. അത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് അതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചായിരുന്നു. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. ഇന്നിപ്പോൾ കോടതി ഹാജരാക്കുന്നുണ്ട്. തുടരെ അന്വേഷണത്തിന് കസ്റ്റഡി വാങ്ങി ബാക്കിയുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ലക്ഷ്മിപ്രിയയുമായി മകൻ പ്രണയത്തിലായിരുന്നില്ലെന്ന് യുവാവിന്റെ അച്ഛൻ പറഞ്ഞു. 10 മണിക്കാണ് മോനെ ഇവിടെ തട്ടിക്കൊണ്ട് പോകുന്നത്. 10 മണിക്ക് ഇവിടെ നിന്ന് MGM സ്കൂളിൽ നിന്നാണ് എൻ്റെ വീട്ടിനകത്ത് വിളിച്ചിറക്കൊണ്ട് പോകുന്നത്. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന കൊച്ചാണ് വിളിച്ചിട്ട് പോകുന്നത്. ആദ്യമേ അതിൽ 2 പേരെ ഉള്ളായിരുന്നു. ലക്ഷ്മിപ്രിയയും വേറെ ഫ്രണ്ട്, പിന്നെ പൂവങ്കി എന്നാണ് 2 പേര് കയറുന്നത്. ഈ 2 പേര് കയറുന്ന മാത്രമേ മോൻ ഓർമ്മയുള്ളൂ. കയറിയ ഉടനെ മർദ്ദനം തുടങ്ങി. മർദ്ദനം കൊണ്ട് അയിരൂർ പോയി. അയിരൂന്ന് വണ്ടി വളച്ചു തിരിച്ച് പോലീസ് സ്റ്റേഷൻ വഴിയാണ് പോകുന്നത്. പിന്നെ അവർ 2 പ്രാവശ്യം അധികം ചാടാൻ നോക്കി. അപ്പോഴത്തേക്കൊരു പിച്ചാത്തെടുത്ത് കഴുത്തിൽ വെച്ചു. അതിനുശേഷം ഭീഷണിപ്പെടുത്തി കറുത്ത തുണി കൊണ്ട് തലയിൽ കെട്ടി ശേഷം ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ആലപ്പുഴയിൽ വെച്ച് ഫ്രണ്ടിരുന്ന ഡ്രൈവർ ബാക്ക്. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. സൂര്യനെല്ലി ആദിവാസി കോളനിയിലെ ലീലയുടെ വീട് കാട്ടാന തകർത്തു. വീട്ടിലുണ്ടായിരുന്ന ലീലയും മകളും കുഞ്ഞും ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയിലാണ് അരിക്കൊമ്പൻ ലീലയുടെ വീടാക്രമിച്ചത്. ലീലയും മകളും കൊച്ചുമകനും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അടുക്കള ഭാഗത്തു നിന്ന് വലിയ ശബ്ദം കേട്ട് ഉണർന്ന ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. അടുക്കള തകർത്ത് അരി തിന്ന കൊമ്പൻ വീടിന്റെ മുൻവശവും ഇടിച്ചു നിരത്തി. 5-10 ദിവസമായിട്ട് ഈ ആന ഈ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ വാച്ചർമാരോടെല്ലാം ഞങ്ങൾ പറയുമായിരുന്നു, പിന്നെ ആനയുണ്ട് ഞങ്ങളൊന്ന് അറിയിക്കണം, സന്ധ്യയാകുമ്പോൾ അറിയിക്കാൻ ചേച്ചിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആന കാണുമ്പോൾ ഞാൻ രാവിലെ വിളിച്ചു പറയും. എന്താ അവരൊന്നും ഇന്നില്ല. ഇന്നലെ അങ്ങാണ്ട് ഒരു ഉച്ചയോടുകൂടി 10-11 വന്ന് ചെറിയ രീതിയിൽ ഒന്ന് പടക്കം പൊട്ടിച്ചു. ആന പോയെന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. രാത്രി 12-1 മണിയോടുകൂടി ഇവിടെ വന്ന് ഇതെല്ലാം നശിപ്പിച്ചു. മയക്കുഴി വെച്ച് പിടികൂടി കാടുമാറ്റുന്നതിനുള്ള ഉത്തരവിറങ്ങിയതിനു ശേഷം 18 വീടുകൾ ആന തകർത്തു. ഹൈക്കോടതി ഉത്തരവിറങ്ങിയെങ്കിലും റേഡിയോ കോളർ എത്താത്തതിനാൽ നടപടികൾ വൈകുകയാണ്. റേഡിയോ കോളർ എത്തിയതിനു ശേഷം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള യോഗവും മോക്ക് ഡ്രില്ലുമടക്കം നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. അരിക്കൊമ്പനെ വാഴച്ചാൽ വനത്തിലൂടെ പറമ്പിക്കുളത്തെത്തിക്കാനുള്ള വനം വകുപ്പിന്റെ ട്രയൽ റൺ നാട്ടുകാർ തടഞ്ഞു. വാഴച്ചാലിൽ ലോറി തടഞ്ഞാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ആദിവാസികളും ജനപ്രതിനിധികളും അടക്കം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വാഴച്ചാലിൽ നിന്ന് കാരാംതോട് വഴി പോകുന്ന പാതയിലൂടെയാണ് ആനയെ പറമ്പിക്കുളം മുതിരച്ചാലിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. പറമ്പിക്കുളം മേഖലയിലെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് വനംവകുപ്പ് വാഴച്ചാൽ വഴി ആനയെ എത്തിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് വനംവകുപ്പ് രാവിലെ 7 മണിയോടെ ട്രയൽ റൺ നടത്തിയത്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് നാട്ടുകാർ സംഘടിച്ചെത്തി ട്രയൽ റൺ തടഞ്ഞത്. കഴിഞ്ഞ ദിവസം വന്ന് തിരിച്ചു
അപ്പൊ ഇത് കോടതി വിധി നിങ്ങൾ നടപ്പിലാക്കും. അല്ല, ഞാൻ പറയുന്നത് കോടതി വിധി നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ആ കോടതി വിധിയിൽ ഞങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ട്. അത് പറയാനായിട്ട് കോടതിയിൽ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അത് നടക്കട്ടെ. വ്യാഴാഴ്ച വരെ നിങ്ങൾ ഈ പ്രൊസീജിയറിന് മാറി. കാടിനകത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ മണ്ണുമാന്തി യന്ത്രവും വാഹനങ്ങളും വാഴച്ചാലിൽ എത്തിച്ചെങ്കിലും വനവകുപ്പ് ചെക്ക് പോസ്റ്റിൽ ആദിവാസികളും നാട്ടുകാരും വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ആനമല റോഡ് ഉപരോധിച്ച നാട്ടുകാർ വിനോദസഞ്ചാരികളുടെ വാഹനവും കടത്തിവിട്ടില്ല. പിന്നീട് സമരക്കാരും പോലീസും വനപാലകരും നടത്തിയ ചർച്ചയിൽ റോഡ് നന്നാക്കാനെത്തിയ വാഹനങ്ങൾ തിരിച്ചയക്കാൻ തീരുമാനിച്ചതോടെയാണ് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ന്യൂസ് 18 ചാലക്കുടി. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മുതലമട പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. മുതലമട സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഹർത്താൽ. അരിക്കൊമ്പനെ പറമ്പിക്കുളത്ത് കൊണ്ടുവരരുതെന്നാവശ്യപ്പെട്ട് കർഷക സംരക്ഷണ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണ സമരം നടത്തി. മെഡിക്കൽ സ്റ്റോറുകൾ ഒഴിച്ച് മറ്റുള്ള കടകൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷയും ടാക്സിയുമൊന്നും നിരത്തിലിറങ്ങിയില്ല. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ മാത്രമാണ് മുതലമടയിലൂടെ കടന്നുപോയത്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രഖ്യാപിച്ച ഹർത്താൽ മുതലമടയിൽ പൂർണ്ണമായിരുന്നു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി പറഞ്ഞു. ഈ ആനയെ കൊണ്ടുവരണ്ട എന്ന് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഈ മുതലമട പഞ്ചായത്ത് ഒരുമിച്ച് കൊണ്ട് നിൽക്കുകയാണ്. ജനങ്ങൾ പോലും വിട്ടു നിൽക്കാതെ എല്ലാവരും നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി സഹകരിച്ച് നിൽക്കുകയാണ്. അരിക്കൊമ്പൻ വിഷയത്തിൽ കർഷക സംരക്ഷണ സമിതിയും സമരം നടത്തി. കലക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണം നടത്തിയായിരുന്നു പ്രതിഷേധം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിന് ശുപാർശ ചെയ്ത വിദഗ്ധ സമിതി വസ്തുതകൾ പരിശോധിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. കട്ടപ്പന പുളിയൻമലയ്ക്ക് സമീപം കാട്ടുപോത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാട്ടുപോത്തിന്റെ കാൽപ്പാടുകളാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കാട്ടുപോത്തിനെ കണ്ടെത്താനായില്ല. ബൈക്കിൽ ടിപ്പറിടിച്ച് കൊലക്കേസ് പ്രതി മരിച്ച സംഭവം കൊലപാതകം നടത്തിയ ടിപ്പർ ഡ്രൈവർ ശരത്ത് പോലീസിൽ കീഴടങ്ങി. മാരായിമുട്ടം ജോസ് വധക്കേസ് പ്രതി രഞ്ജിത്തിനെയാണ് ശരത്ത് ടിപ്പറിടിച്ച് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം പെരിങ്കടവിള ഭാഗത്തു നിന്നും കീഴാറൂർ ഭാഗത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടെയാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. 2 ദിവസം മുമ്പ് ശരത്തും രഞ്ജിത്തും പള്ളിയങ്കണത്തിൽ വെച്ച് പരസ്പരം കൊമ്പുകോർത്ത് കൊലവിളി നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശരത്തിനായി അന്വേഷണം ശക്തമാക്കി. ഇതിനിടയിലായിരുന്നു കീഴടങ്ങൽ. വർക്കലയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണം കവർന്നതായി പരാതി. വർക്കല കുരക്കെണ്ണി തനുജ മൻസിലാണ് കവർച്ച നടന്നത്. ഏകദേശം 20 പവനോളം സ്വർണം നഷ്ടപ്പെട്ടതായി ഗൃഹനാഥനായ ഉമർ ഫാറൂഖ് വർക്കല പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് വീട് അടച്ചുപോയ സമയത്തായിരുന്നു മോഷണം. മകന്റെ വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 3 ലക്ഷം രൂപ വീടിനുള്ളിൽ നിലത്തുനിന്നും കണ്ടെത്തി. മോഷ്ടാവ് ധൃതിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ തറയിൽ വീണതാകാമെന്നാണ് പോലീസ് നിഗമനം. മോഷ്ടാവിനായി വർക്കല പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്തെ വനം വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് പരിശോധന നടത്തി. വനം വകുപ്പ് വിജിലൻസ് മേധാവി പ്രമോദ് ജി കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. കാസർഗോഡ് ജില്ലയിലെ വനം ചെക്ക് പോസ്റ്റുകളായ തലപ്പാടി, കൊട്യാടി, പാണത്തൂർ എന്നിവിടങ്ങളിൽ കണ്ണൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷൻ മിന്നൽ പരിശോധന നടത്തി. എല്ലായിടത്തും ഒരേ സമയത്തായിരുന്നു പരിശോധന. തിങ്കൾ രാത്രി തുടങ്ങിയ പരിശോധന പുലർച്ചെ വരെ നീണ്ടു. കോഴിക്കോട് പുതുപ്പാടി കൈതപ്പൊയിലിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിലെ ഡ്രൈവറെ ആക്രമിച്ച ശേഷം വാഹനം കടത്തിക്കൊണ്ടുപോയി. ഇന്നോവയിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത്. ഡ്രൈവർ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് റാഷിദിനെ വാഹനത്തിൽ പിടിച്ചു കയറ്റാൻ ആയിരുന്നു ശ്രമം. മറ്റൊരു വാഹനം വന്നതോടെ റാഷിദിനെ ഉപേക്ഷിച്ച് പിക്കപ്പുമായി കടന്നു കളയുകയായിരുന്നു. പിക്കപ്പിന്റെ ഡാഷ്ബോർഡിലുണ്ടായിരുന്ന 65,000 രൂപ അപഹരിച്ച ശേഷം വാവാട് വാഹനം ഉപേക്ഷിച്ചു. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായി. ഹെഡ് ക്ലർക്കായ കണ്ണൂർ സ്വദേശി PV ബിജുവിനെയാണ് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് M ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്.
ബിജു കൈക്കൂലി ആവശ്യപ്പെട്ടതായി അഡ്വക്കേറ്റ് യഹ്യ പരാതി നൽകിയതിനെ തുടർന്നാണ് വിജിലൻസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. വിജിലൻസ് മാർക്ക് ചെയ്ത നോട്ടുകൾ യഹ്യ ഹെഡ് ക്ലർക്കിന് കൈമാറി. ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കാനാണ് ബിജു കൈക്കൂലി ആവശ്യപ്പെട്ടത്. SN കോളേജ് ജൂബിലി ഫണ്ട് തിരിമറി കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. വെള്ളാപ്പള്ളി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേർന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീ CN പ്രകാശ്, ഏത് രീതിയിലാണ് ഇത് തിരിച്ചടിയാകുന്നത് വെള്ളാപ്പള്ളിക്ക്? കൊല്ലം SN കോളേജിലെ ജൂബിലി ഫണ്ടിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട കേസാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ SN ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ വിചാരണ നേരിടണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ കോടതിയാണ് ഈ വിധി അല്പം മുമ്പ് പ്രഖ്യാപിച്ചത്. വെള്ളാപ്പള്ളിക്ക് എതിരായ കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ തുടരന്വേഷണ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇതോടെ സ്വകാര്യ അന്യായത്തിന്റെ പുറത്ത് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്ത് പോലീസിനോട് അന്വേഷണം ആരംഭിച്ച് വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ഈ കേസിലെ ആദ്യ അന്തിമ റിപ്പോർട്ട് പരിഗണിച്ചാണ് രജിസ്റ്റർ കോടതി തുടർന്നുള്ള വിചാരണ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. ഏതായാലും വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിചാരണ നേരിടണം എന്ന വിധിയാണ് പുറത്തു വന്നത്. വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്? ഈ SN ട്രസ്റ്റിന് കീഴിലുള്ള SN കോളേജിന്റെ ജൂബിലി ഫണ്ട് തിരിമറിയിൽ ഫണ്ട് കൈകാര്യം ചെയ്തതിൽ വ്യാപകമായ അഴിമതി ഉണ്ടായി, തിരിമറിവുണ്ടായി എന്നതാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട കേസാണ് ഇന്ന് പരിഗണനയ്ക്ക് വരികയും ചെയ്തത്. ഇതിൽ ഇപ്പോൾ വിചാരണ നേരിടണം എന്ന് മാത്രമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉത്തരവുണ്ടായിട്ടുള്ള. ഉത്തരവിന്റെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും വെള്ളാപ്പള്ളി പ്രതിയായ കേസാണത്. കൊല്ലം SN കോളേജിന്റെ ജൂബിലി ഫണ്ടിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് അത്. അതിൽ തുടരന്വേഷണത്തിനെതിരെ ആണ് സുരേന്ദ്ര ബാബു എന്ന വ്യക്തി ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനാണ് ഇന്ന് വിധി ഉണ്ടാവുകയും ചെയ്തത്. ശരി, അഡ്വക്കേറ്റ് CN പ്രകാശാണ് സംസാരിച്ചത്. SN കോളേജ് ജൂബിലി ഫണ്ട് തിരിമറി കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു. വെള്ളാപ്പള്ളി വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം കോതമംഗലം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നെല്ലിമറ്റം ടൗണിൽ തണ്ണീർപ്പന്തൽ ആരംഭിച്ചു. കടുത്ത വേനലിൽ ആളുകൾക്ക് ദാഹമകറ്റാൻ നാരങ്ങാവെള്ളം, സംഭാരം, തണ്ണിമത്തൻ, ശുദ്ധമായ പച്ചവെള്ളം എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിൻസിയ ബിജു അധ്യക്ഷനായിരുന്നു. കുടിവെള്ളം കിട്ടാൻ വഴിയില്ലാതെ ദുരിതത്തിലാണ് കണ്ണൂർ ഉദയഗിരിയിലെ ലോവർ ചീക്കാട് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ. കുടിവെള്ളം ഉറപ്പാക്കാൻ 4 വർഷം മുമ്പ് കുളം നിർമ്മിച്ചെങ്കിലും ഒരു തുള്ളി പോലും കോളനിയിൽ എത്തിയില്ല. കർണാടക വനാതിർത്തിയോട് ചേർന്നാണ് ലോവർ ചീക്കാട് പുനരധിവാസ കോളനി. മണക്കടവിൽ നിന്ന് കാട്ടിലൂടെ 6 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടേക്ക് എത്താൻ. 140 ആദിവാസി കുടുംബങ്ങൾക്ക് ഇവിടെ ഭൂമി പതിച്ചു നൽകിയിരുന്നു. അടിസ്ഥാന സൗകര്യമൊന്നുമില്ലാത്തതിനാൽ ഭൂരിഭാഗം പേരും ഇവിടം ഉപേക്ഷിച്ചു. 30ഓളം കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു നല്ല വഴി പോലും കോളനിയിലേക്കില്ല. രോഗികളെ കിലോമീറ്ററുകൾ ചുമന്നുകൊണ്ടു പോകണം. നമ്മുടെ ഇവിടുന്ന് ഒരു വണ്ടി പോലും കയറി വരാൻ പറ്റില്ല. അവിടെ തന്നെ ഇപ്പോൾ 2-3 തള്ളമാരിങ്ങനെ കിടപ്പുണ്ട്. ഇപ്പം അവരൊന്ന് കൊണ്ടുവന്നാൽ തന്നെ ഇപ്പം ഇവിടുന്ന് ചുമന്ന് ഈ അമ്പലം വരെ എത്തണം, എന്നാലേ വണ്ടി വരുള്ളൂ. അങ്ങ് മേലെത്തണം. ഇവിടുന്ന് ഈ അമ്പലത്തിന് അവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അവിടത്തോട്ട്. അവിടുന്ന് ഞാൻ ഇറങ്ങി ഇവിടെ വരുന്നത് എന്തെങ്കിലും പരിപാടിക്ക്. വനത്തിലെ നീരുറവുകളായിരുന്നു കുടിവെള്ളത്തിന് ആശ്രയം. വേനലായപ്പോൾ അതും പറ്റി. നീർച്ചോലകളിൽ ഇട്ടിരുന്ന പൈപ്പുകൾ കാട്ടാന നശിപ്പിക്കുന്നതും പതിവ്. ഞങ്ങളങ്ങ് മലയിൽ താമസിക്കുന്നത്, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അവിടെ വെള്ളത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആന ഇറങ്ങുന്ന മേഖലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് അവിടെ വലിയ ആളും വരെയൊന്നുമില്ല. ഞങ്ങൾ ഒറ്റക്കേ ഉള്ളൂ. വീടുണ്ട്, അവിടെ ഒന്നും താമസക്കാരില്ല. 4 വർഷം മുൻപ് 12 ലക്ഷം രൂപ ചെലവഴിച്ച് കുഴിച്ച കുളം ഒരു തരത്തിലും ഉപയോഗപ്പെട്ടില്ല. കുളത്തിൽ നിന്ന് ഉയരത്തിലുള്ള കോളനിയിലേക്ക് വെള്ളമെത്തിക്കാൻ മാർഗം ഉണ്ടാക്കാതിരുന്നതാണ് കാരണം. ഇപ്പോൾ കാട് കയറിയ നിലയിലാണ് ഈ കുളം. കുളം നിർമ്മാണത്തിൽ അഴിമതി നടന്നതായും ആക്ഷേപമുണ്ട്. ദുരിതം മാത്രമാണ് കോളനി നിവാസികൾ നേരിടുന്നത്. ന്യൂസ് 18 ആലക്കോട്. കുഞ്ഞുണ്ണി മാഷിന്റെ ശില്പമൊരുക്കി ഡാവിഞ്ചി സുരേഷ്. തൃശൂർ കഴിമ്പ്രം ബീച്ച് സ്വപ്ന തീരത്താണ് കുഞ്ഞുണ്ണി മാഷിന്റെ ശില്പം ഒരുക്കിയത്.
മാഷിന്റെ കുറും കവിതകളെ പലരും സാമ്യപ്പെടുത്തിയത് ജാപ്പനീസ് ഭാഷയിലെ ഹൈക്കു എന്ന് പേർ വിളിക്കുന്ന ഈരടികളോടാണ്. കുട്ടിക്കവിതകൾ എഴുതുകയും ലളിത ഭാഷയിൽ ഗൗരവതരമായ കവിതകളും കഥകളുമൊക്കെ എഴുതിയിരുന്നു. കുഞ്ഞുണ്ണി മാഷ് ശൈലിയിലൂടെ നമ്മൾ കവിതയുടെ ആധുനിക സൗന്ദര്യം തിരിച്ചറിഞ്ഞിരുന്നു. കഴിമ്പ്രം ബീച്ച് സ്വപ്നതീരത്ത് ഡാവിഞ്ചി സുരേഷ് ഒരുക്കിയ ശില്പം എഴുത്തുകാരനായ എം ബി സുരേന്ദ്രൻ നാടിന് സമർപ്പിച്ചു. നമ്മൾ കുഞ്ഞുണ്ണി മാഷ ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ എന്ന് പറയാറുണ്ട്. കാരണം അത് അമ്മിഞ്ഞപ്പാല് പോലെ മധുരതരമാണ്. പക്ഷേ ഡാവിഞ്ചി സുരേഷിന്റെ ശില്പമാവട്ടെ ഭാഷ പോലും വേണ്ടാത്ത മഹത്തായ കലാസൃഷ്ടിയാണ്. ശോഭ സുബിൻ അധ്യക്ഷയായ ചടങ്ങിൽ ഷൈൻ നെടിയിരിപ്പിൽ സ്വാഗതവും ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ആമുഖ പ്രഭാഷണവും നടത്തി. മുൻപ് കഴിമ്പ്രം ബീച്ചിൽ മഹാത്മാഗാന്ധിയുടെ രൂപം തീർത്ത് വലിയ റെക്കോർഡിന് അർഹനായ വ്യക്തിയാണ് പ്രിയപ്പെട്ട ഡാവിഞ്ചി സുരേഷ് ഏട്ടൻ. വീണ്ടും സുരേഷ് ഏട്ടനിൽ നിന്ന് റെക്കോർഡുകളുടെ പെരുമഴ കഴിമ്പ്രം ബീച്ചിൽ തീർക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പ്രശസ്ത നോവലിസ്റ്റും ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മാങ്ങാട്ട്, കവിയും പ്രഭാഷകനുമായ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, സുനിൽ വേളേക്കാട്ട്, ഷീജ രമേശ് ബാബു, നൌഷാദ് പാട്ടുകുളങ്ങര, പി ഡി ലോഹിതാക്ഷൻ, സുജിന്ത് പുല്ലാട്ട്, സൗമ്യൻ നെടിയിരിപ്പിൽ, മധു കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ. 84-ാം വയസ്സിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയായിരിക്കുകയാണ് വടകരയിലെ പെണ്ണൂട്ടിയമ്മ. ഈ പ്രായത്തിൽ തികച്ചും അപൂർവമാണ് ഇങ്ങനെയൊരു ശസ്ത്രക്രിയ. വടകര സഹകരണ ഹാർട്ട് ഫൗണ്ടേഷനിലായിരുന്നു ശസ്ത്രക്രിയ. 42-ാമത്തെ വയസ്സിൽ പെണ്ണൂട്ടിയമ്മയുടെ ഭർത്താവ് മരിച്ചു. 5 പെൺമക്കളുടെ പഠനവും വിവാഹവും എല്ലാം അതോടെ ഒറ്റയ്ക്ക് ഏറ്റെടുത്തു. ഈ തത്രപ്പാടിന് ഇടയിൽ സ്വന്തം ആരോഗ്യം നോക്കാൻ അവർ പറഞ്ഞു. ഹൃദയവാൽവിന് തകരാറ് കാരണം പലപ്പോഴും ശ്വാസത്തിനായി പിടയുന്ന പെണ്ണൂട്ടിയമ്മ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒരു വേദനയായിരുന്നു. സാമ്പത്തിക പ്രയാസം മൂലം ചികിത്സ തുടരാൻ കഴിഞ്ഞില്ല. ശസ്ത്രക്രിയയും പണമില്ലെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു. രോഗം കൂടുതൽ സങ്കീർണമായി തുടങ്ങിയതോടെയാണ് 84-ാം വയസ്സിൽ ശസ്ത്രക്രിയ നടത്തിയത്. ഈ സമയം പെണ്ണൂട്ടിയമ്മയുടെ തൂക്കം വെറും 28 കിലോഗ്രാം ആയിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും കാണിച്ചു. അപ്പോൾ ഒരു സമാധാനം എവിടെയും കൊണ്ടുപോയിട്ട് കിട്ടിയിട്ടില്ല. ഈ വടകര സഹകരണ ആശുപത്രിയിൽ വന്ന് സംസാറിനെ കാണിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഞാൻ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയിട്ട് രണ്ടാമത് കാണിക്കാൻ വന്നിട്ടും സാറ് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ എന്തായാലും അമ്മയ്ക്ക് നല്ല മാറ്റം വെച്ചു. ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം മേധാവി ഡോക്ടർ ശ്യാം കെ അശോകാണ് സർജറി നടത്തിയത്. എല്ലാ സങ്കീർണതകളും മറികടന്ന് അമ്മുമ്മ 2ാം നാൾ തന്നെ നടന്നു തുടങ്ങി. ഇവരുടെ ഈ ധൈര്യത്തോടെയുള്ള നമ്മുടെ മുമ്പിലേക്കുള്ള ഇവരുടെ സമീപനം തീർച്ചയായും നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നു. എന്തായാലും ഇവരുടെ വാൽവ് 100% റിപ്പയർ ചെയ്യാവുന്ന ഒരു വാൽവാണെന്ന് എക്കോകാർഡിയോഗ്രാഫി കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുകയും അത് അവരോട് പറയുകയും അവർ സർജറിക്ക് അവർ റെഡിയാവുകയും ചെയ്യുകയായിരുന്നു. മെഡിക്കൽ രംഗത്തെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ ശസ്ത്രക്രിയ എന്ന് നേതൃത്വം കൊടുത്ത ഡോക്ടർ ശ്യാം കെ അശോക് പറഞ്ഞു. ന്യൂസ് 18 വടകര. ഈസ്റ്റർ ദിനത്തിൽ കാരുണ്യത്തിന്റെ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്ത് വലപ്പാട് CP മുഹമ്മദ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ്. വിഷു, ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്കും കിറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ട്രസ്റ്റിന്റെ പദ്ധതി. ഈസ്റ്ററിന് പിന്നാലെ അടുത്തടുത്ത ദിവസങ്ങളിലായി വിഷുവും ചെറിയ പെരുന്നാളും ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. ഈ സാഹചര്യത്തിലാണ് തീരദേശ മേഖലയിലെ 1/4 ലക്ഷത്തോളം പേർക്ക് കാരുണ്യത്തിന്റെ ഭക്ഷ്യക്കിറ്റുകൾ നൽകാൻ തീരുമാനിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ CP സാലിക് മുൻകൈയെടുത്താണ് കിറ്റ് വിതരണം. 13 ഇനങ്ങളാണ് ഒരു കിറ്റിലുള്ളത്. എൻ്റെ സമ്പത്തും എൻ്റെ സമ്പാദ്യം മുഴുവൻ എനിക്ക് സുഖം തരുന്ന ആളുകൾക്കും അവർക്ക് മാത്രം അനുഭവിക്കാവുന്നതാണ് സുഭിക്ഷായി എന്ന ധാരണ ഇല്ലാതായ എല്ലാ ആളുകൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന വലിയൊരു ചാരിറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതങ്ങൾ തമ്മിൽ പരസ്പര ധാരണയില്ലായ്മ, പരസ്പര സഹവർത്തിത്വമില്ലായ്മ അങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഇത് മണപ്പുറ ദേശം ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണെന്നാണ് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി അങ്കണത്തിലായിരുന്നു കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം. ഫാദർ ബാബു അപ്പാടൻ, തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, വലപ്പാട് പുത്തൻപള്ളി ഖത്തീബ് അബ്ദുസമദ് ഫൈസി എന്നിവർ കിറ്റുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് 18 വലപ്പാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.